ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഈസിയായി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടതെന്നും ക്ലാസ് കാണേണ്ടതെന്നും അറ്റൻഡൻസ് ഇടേണ്ടതെന്നും എല്ലാം നമ്മളിതിൽ പഠിക്കാം. അതിന് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു ജിമെയിൽ ID ആണ്. അതിനായി നമ്മൾ ഗൂഗിൾ എടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്ന് താഴത്തേക്ക് വരുമ്പോൾ ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട്, ജിമെയിൽ ഹെൽപ്പ്, ഗൂഗിൾ സപ്പോർട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നതിൽ തൊടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അതിൽ നമ്മൾക്ക് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ജിമെയിൽ IDസും കാണാം. അതിൽ നമ്മൾ ആഡ് അക്കൗണ്ട് ടു ഡിവൈസ് എന്ന അതിൽ തൊടുക. ഇതിൽ സൈൻ ഇൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഇമെയിൽ ഓർ ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനു താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ തൊടുക. ഫോർ മൈ സെൽഫ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്താണോ ആ സ്റ്റുഡൻറ്റിൻ്റെ ആദ്യത്തെ പേര് ഫസ്റ്റ് നെയിമിൽ കൊടുക്കുക. ആ ലാസ്റ്റ് നെയിമിൽ സ്റ്റുഡൻറ്റിൻ്റെ രണ്ടാമത്തെ, അതായത് ഫുൾ നെയിമിൽ ബാക്കിയുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അല്ലെങ്കിൽ മെയിൽ ആണെങ്കിൽ മെയിൽ കൊടുക്കുക. അതിനുശേഷം ഈ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ മൂന്നാമതായി ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ തൊടുക. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങളുടെ പേര് എന്താണോ, ഇപ്പോൾ എൻ്റെ പേര് ഡെൽജോ എന്നാണ്. അപ്പോൾ നമ്മുടെ പേര് അതിൽ അടിച്ചു കൊടുക്കുക. ഇതിൽ നമ്മുടെ പേര് എഴുതുമ്പോൾ നമ്മുടെ ഫുൾ നെയിം മുഴുവനായിട്ട് എഴുതണമെന്നില്ല. വളരെ ഏറ്റവും ചുരുക്കത്തിൽ ഷോർട്ടാക്കി എഴുതുന്നതാണ് ഏറ്റവും ഉചിതം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നമുക്ക് ആ ജിമെയിൽ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ 8 അക്ഷരങ്ങൾ ഉള്ള അല്ലെങ്കിൽ നമ്പറുകൾ ഉള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് അടിച്ചു കഴിയുമ്പോൾ അതിൽ നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ തൊടുക. അതിനുശേഷം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ നമ്മൾ ഇങ്ങനെ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ട് യെസ് ഐ ആം ഇൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ടിൻ്റെ പേര് ഇതിൽ കാണാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക.
ഇത് പ്രൈവസി ആൻഡ് ടേംസ് എന്നാണ്. ഇത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ പോകുമ്പോൾ ഐ എഗ്രി എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ തൊടുക. അപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റിയും ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയും കൂടുതൽ വിശദാംശങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും എങ്ങനെ ക്ലാസ്സുകൾ കാണാമെന്നും അസൈൻമെൻറ്റ് പൂർത്തിയാക്കാം എന്നും ഒക്കെ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഒക്കെ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.